നമസ്കാരം. എക്സലിലെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് ഓട്ടോ ഫിൽ എന്ന് പറയുന്ന ഒരു ഫീച്ചർ. ഓട്ടോ ഫിൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു സെല്ലിൽ നമ്മൾ ജാനുവരി എന്ന് നമ്മൾ ടൈപ്പ് ചെയ്തു. അത് എൻ്റർ ചെയ്തിട്ട് ആ സെല്ല് സെലക്ട് ചെയ്യുകയും അതിൻ്റെ ബോട്ടം റൈറ്റ് കോർണറിൽ നമ്മളതിനെ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് താഴോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ ഡിസംബർ വരെ നമുക്കിങ്ങനെ ഓട്ടോമാറ്റിക്കലി ഫിൽഡായി വന്നോളും. ഇതിനെയാണ് നമ്മൾ ഓട്ടോ ഫിൽ എന്ന് പറയുന്നൊരു ഫീച്ചറായിട്ട് പറയുന്നത്. അതേസമയം നമ്മൾ മൺഡേ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റലിജൻ്റ്ലി എക്സൽ മനസ്സിലാക്കുകയാണ് മൺഡേ കഴിഞ്ഞാൽ താഴെ നമുക്ക് മിക്കവാറും ട്യൂസ്ഡേ വെനസ്ഡേ തന്നെയാണ് വേണ്ടി വരിക എന്നുള്ളത് മനസ്സിലാക്കുകയും നമ്മൾ ഡ്രാഗ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഫിൽഡായി വരികയും പോപ്പുലേറ്റഡ് ആയി വരികയും ചെയ്തു. പക്ഷേ അതേസമയം എനിക്കിപ്പോൾ ഒരു സീരിയൽ നമ്പേഴ്സാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 1 2 3 4 5 6 എന്നുള്ളൊരു സീരിയൽ നമ്പേഴ്സാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ 1 എന്ന് മാത്രം എൻ്റർ അടിച്ചിട്ട് ഞാൻ ഡ്രാഗ് ചെയ്താൽ എല്ലാത്തിലും എനിക്ക് 1 1 1 എന്നേ വരുള്ളൂ. പക്ഷെ എങ്ങനെയാണ് നമുക്ക് സീരിയൽ നമ്പേഴ്സ് കൊണ്ടുവരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 അടിക്കുക, രണ്ടാമത്തെ സെല്ലിൽ 2 എന്നടിക്കുക, എന്നിട്ട് ഇത് രണ്ടും കൂടെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ സെല്ലിൻ്റെ ബോട്ടം റൈറ്റ് കോർണറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര നമ്പറുകൾ വരെ വേണമെങ്കിലും സീരിയൽ നമ്പേഴ്സ് ഓട്ടോമാറ്റിക്കലി കൊണ്ടുവരാം. ഇതിനിപ്പോൾ 1 2 3 4 എന്ന് പറയുന്ന സീരിയൽ നമ്പേഴ്സ് മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു സെല്ലിൽ 3 എന്നൊരു നമ്പറും അടുത്ത സെല്ലിൽ 6 എന്ന നമ്പറും കൊടുത്തു. ഇത് രണ്ടും കൂടെ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ ആ 3ൻ്റെ ഡിഫറൻസിൽ, ആ 3ൻ്റെ മൾട്ടിപ്പിൾസിൽ ബാക്കിയുള്ള നമ്പറുകളും കൂടെ ഓട്ടോമാറ്റിക്കലി പോപ്പുലേറ്റഡ് ആയിട്ട് വരും. നമ്മൾ ഈ രണ്ടെണ്ണം സെലക്ട് ചെയ്യുമ്പോൾ എക്സൽ അതിൻ്റെ പാറ്റേൺ മനസ്സിലാക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ പാറ്റേൺ എന്നുള്ളത് മനസ്സിലാക്കുകയും ബാക്കിയുള്ളത് ആ പാറ്റേണിനനുസരിച്ചിട്ട് ഫില്ല് ചെയ്ത് തരികയും ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ഓട്ടോ ഫിൽ എന്ന് പറയുന്ന ഒരു ഫീച്ചറായിട്ട് പറയുന്നത്. പക്ഷേ ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ചെറിയൊരു കാര്യം കൂടെയുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ തിരുവനന്തപുരം എന്ന് ഞാൻ ടൈപ്പ് ചെയ്തിട്ട് അത് കഴിഞ്ഞാൽ താഴോട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ ഇപ്പം നിലവിൽ തിരുവനന്തപുരത്തുള്ള ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിലും തിരുവനന്തപുരം എന്ന് മാത്രമേ വരുള്ളൂ. പക്ഷേ അതേസമയം എനിക്ക് തിരുവനന്തപുരം എന്ന് പറഞ്ഞ് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ബാക്കിയുള്ള ജില്ലകളുടെ പേരുകൾ താഴോട്ട് വരണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ തിരുവനന്തപുരം കഴിഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, അങ്ങനെ ആ ഒരു രീതിയിൽ കറക്റ്റ് ഓർഡറിൽ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ലിസ്റ്റ് നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റും. അതെങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫയൽ മെനുവിലേക്ക് പോകുന്നു. ഫയൽ മെനുവിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനകത്ത് യു വിൽ ഫൈൻഡ് സംതിങ് കോൾഡ് ഓപ്ഷൻസ്. ഏറ്റവും താഴെയാണ് ഉണ്ടാവുക. ഫയൽ മെനുവിൽ ഏറ്റവും താഴെ ഓപ്ഷൻസ് ഉണ്ടാവും. ഈ ഓപ്ഷൻസിനകത്ത് കയറി കഴിഞ്ഞാൽ ഇതിനകത്ത് അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ടാവും. ക്ലിക്ക് ഓൺ അഡ്വാൻസ്ഡ്. അഡ്വാൻസ്ഡിൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും താഴെ വരെ സ്ക്രോൾ ചെയ്യാം. ഏറ്റവും താഴെ വരെ സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ഫൈൻഡ് സംതിങ് കോൾഡ് എഡിറ്റ് കസ്റ്റം ലിസ്റ്റ്. ആ എഡിറ്റ് കസ്റ്റം ലിസ്റ്റിൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ ജാനുവരി എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ബാക്കി ഫെബ്രുവരി മാർച്ചും ഒക്കെ വരുന്നത് എന്നുള്ളത്. ഇവിടെ ഈ ലിസ്റ്റിൽ ഇത് ഓൾറെഡി സേവ്ഡ് ആയതുകൊണ്ടാണ്. അതേസമയം നമ്മൾ MON വെറും മൺഡേ എന്നുള്ളതിന് പകരം MON എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിൻ്റെയും 3 അക്ഷരങ്ങൾ വരുന്നതും ഇത് ഓൾറെഡി സേവ് ചെയ്തത് കൊണ്ടാണ്. ഈ രീതിയിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് ന്യൂ ലിസ്റ്റ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ ബോക്സിൽ നമുക്ക് വേണ്ട രീതിയിൽ ലിസ്റ്റ് ഉണ്ടാക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ ആദ്യം ഞാൻ തിരുവനന്തപുരം എൻ്റർ അടിച്ചിട്ട് അടുത്തത് കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്. ഇതുവരെ തൽക്കാലം ഇത്ര ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. ഈ രീതിയിൽ ഞാൻ ലിസ്റ്റുകൾ എൻ്റർ അടിച്ച് നമ്മൾ ഉണ്ടാക്കുന്നു. ലിസ്റ്റ് ആയിക്കഴിഞ്ഞാൽ, എല്ലാ പേരുകളും ആയിക്കഴിഞ്ഞാൽ ഇവിടെ ആഡ് എന്ന് പറയുന്ന ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ആഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ലിസ്റ്റ് ഇങ്ങോട്ട് വന്നതായിട്ട് നമുക്ക് കാണാം. അത്രയും ആയിക്കഴിഞ്ഞാൽ യു ക്യാൻ ജസ്റ്റ് ക്ലിക്ക് ഓൺ ഓക്കെ. ഇവിടെയും നമ്മൾ ഓക്കെ എന്ന് കൊടുക്കുക.
ഇനി നമുക്ക് നോക്കാം. ഈ തിരുവനന്തപുരം ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ താഴോട്ട് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത്, നേരത്തെ പോലെ താഴോട്ട് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ള ജില്ലകളുടെ പേരും ഓട്ടോമാറ്റിക്കലി വരുന്നതായിട്ട് നമുക്ക് കാണാം. അത് നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ട ഒരു ലിസ്റ്റ് ആണെങ്കിൽ, ഇത് നമ്മൾ കസ്റ്റം ലിസ്റ്റിൽ പോയിട്ട് അത്തരം ഒരു ലിസ്റ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വെച്ചാൽ നമ്മൾ ഓരോ പ്രാവശ്യവും ഇത് റിപ്പീറ്റഡ് ആയിട്ട് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യത്തെ ഒരു എൻട്രി മാത്രം, അതിപ്പോൾ ആദ്യത്തെ എൻട്രി തന്നെ ടൈപ്പ് ചെയ്യണമെന്നില്ല. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ കൊല്ലം എന്ന് ഞാൻ ടൈപ്പ് ചെയ്തിട്ട് ഞാൻ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് ബാക്കിയുള്ളത് വന്നോളൂ. അത് പാലക്കാട് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും തിരുവനന്തപുരം ഞാൻ അതുവരെയാണ് കൊടുത്തിട്ടുള്ള ലിസ്റ്റിൽ. അപ്പോൾ അത് കഴിഞ്ഞാൽ വീണ്ടും ആദ്യം മുതൽ വീണ്ടും തുടങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ട ലിസ്റ്റുകൾ കസ്റ്റം ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അടുത്ത സെക്ഷനിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. താങ്ക്